ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബി ശ്രീദേവി അവർകൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കരുനാഗപ്പള്ളിയുടെ ജനകീയ നേതാവ് ശ്രീ CR മഹേഷ് MLA, കൂടാതെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടരായ വ്യക്തികളെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ SPM UP സ്കൂളിൻ്റെ 72ാമത് വാർഷികവും അവിടുത്തെ HMൻ്റെ അധ്യാപികയുടെയും യാത്രയപ്പ് ചടങ്ങുമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഒരു ഗ്രാമത്തിൻ്റെ ഏറ്റവും ഐശ്വര്യമായ ഒരു സ്ഥാപനമാണ് ഓരോ വിദ്യാലയങ്ങളും. അതിൽ ഓരോ വിദ്യാർത്ഥിയെയും അവരുടെ ജീവിതവും അവരുടെ ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ മേഖല വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മുടെ സ്വാഗതം ആശംസ ടീച്ചർ ഇവിടെ പറയുകയുണ്ടായി. ഈ സ്കൂളിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഇതുവരെയുള്ള സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾ ഇതുവരെ പങ്കെടുത്ത മത്സരങ്ങളിലെ സാധ്യതകളെക്കുറിച്ചും എല്ലാം ഈ അധ്യാപിക പറയുകയുണ്ടായി. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകളെ ഏറ്റവും കൂടുതൽ പുറത്തെടുക്കുന്നത് തന്നെ ഒരു അധ്യാപികയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം ഒരു വീട്ടിലെ സാഹചര്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇടപഴകുന്നത് അധ്യാപകരുമായിട്ടാണ്. അപ്പം ഒരു വിദ്യാർത്ഥിയുടെ കഴിവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഒരു അധ്യാപിക എന്ന് തന്നെ നമുക്ക് പറയാം. അതിന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഈ ഒരു സ്കൂളിന് എല്ലാവിധ ആശംസകളും, അതുപോലെ തന്നെ അധ്യാപകർക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നിവിടെ യാത്രയപ്പ് നൽകുന്ന ഇവിടുത്തെ HMനും മറ്റ് അധ്യാപകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കാൻ ദീർഘകാലം ഇവിടുത്തെ HMായിട്ടിരുന്ന ശ്രീമതി K ജയശ്രീ ടീച്ചറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യയായ അധ്യക്ഷ, ഞങ്ങളുടെ പ്രിയ ശിഷ്യ കൂടിയായ ശ്രീമതി ശ്രീദേവി, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ സന്തോഷ് സാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, സന്തോഷ് സാറ് പറയുന്ന പോലെ ഗീത ടീച്ചർ സദസ്സിലിരിക്കുന്ന ഒരു വേദിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംസാരിക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരം ശരിക്കും ഞാനൊരു ഭാഗ്യമായി കരുതുകയാണ്. കാര്യം ടീച്ചറിൻ്റെ ഓരോ എഴുത്തും, അത് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അല്ലാതെയുമൊക്കെ വായിക്കാൻ കഴിയുന്ന ഓരോ എഴുത്തും വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ ഒക്കെ വായിക്കുന്ന ടീച്ചറിൻ്റെ ഒരു ആരാധിക കൂടിയാണ് ഞാൻ. അത് ഞാൻ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി ടീച്ചറെ അറിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ധന്യമായ ഒരു സദസ്സാണ് ഇവിടെ ഉള്ളത്. തികച്ചും അമ്പിളി ടീച്ചറും ഗിരിജ ടീച്ചറും ഒക്കെ നല്ല ഭാഗ്യം ചെയ്തവരാണ്. ഇതുപോലെയുള്ള മഹത്തുക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു സദസ്സിൽ യാത്രാമംഗളങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പിരിയുക എന്ന് പറയുന്നതിൽ പരം എന്ത് ഭാഗ്യമാണ് നമുക്ക് വരേണ്ടത്. ഇവിടെ എനിക്ക് വളരെ സന്തോഷത്തോടെ ഈ ഒരു വേദിയിൽ നിൽക്കാം. കാരണം ഇവർ സർവീസിൽ പ്രവേശിച്ചത് ഞാൻ പ്രഥമാധ്യാപികയായിരിക്കുമ്പോഴാണ്. എന്നോടൊപ്പം കൂടുതൽ കാലം ഇവിടെ സേവനമനുഷ്ഠിച്ചതിന് ശേഷം ചില പ്രത്യേക കാരണങ്ങളാൽ അവർക്ക് മറ്റ് സ്കൂളുകളിലേക്കൊക്കെ പോകേണ്ടതായി വന്നു. എന്നാൽ പോകുന്നിടത്തെല്ലാം സ്വന്തമായ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിട്ടാണ് അവർ രണ്ടുപേരും ഇവിടെ തിരിച്ചെത്തിയതും പിന്നീടുള്ള വർഷങ്ങൾ ഇവിടെ പ്രവർത്തിച്ചതും. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് ഈ സായം സന്ധ്യയിൽ ഇവിടെ അമ്പിളി സാറിൻ്റെ പ്രിയ ശിഷ്യര് സംഗീത അർച്ചന നടത്തി. ടീച്ചർ എത്ര സന്തോഷമായിട്ടാണ് അവർ ടീച്ചറിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് കടന്നുപോയത്. അപ്പോൾ അവിടെ ഞാൻ തന്നെ സബ് ജില്ലാ കലോത്സവങ്ങളിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് അവിടെ എത്തുമ്പോൾ ഞാൻ തന്നെ വളരെ കൗതുകപൂർവ്വം നോക്കിയിരുന്നിട്ടുണ്ട്. ആ രക്ഷകർത്താവ് പറഞ്ഞതുപോലെ, അമ്പിളി ടീച്ചർ പറഞ്ഞതുപോലെ, കഴിവുള്ള കുഞ്ഞുങ്ങളുടെ രണ്ട് കയ്യിലും പിടിച്ച് ഓരോ വേദിയിലും കയ്യിലൊരു പേപ്പറുണ്ടാകും. അതിൽ അവർക്ക് കിട്ടുന്ന സ്കോറുകൾ എടുത്ത് UPGSന് 1ാം സ്ഥാനം കാണുമോ എന്നുള്ള ഉദ്വേഗത്തോടെ നിൽക്കുന്ന അമ്പിളി ടീച്ചറിനെ ഞാൻ പലപ്പോഴും കൗതുകത്തോടെ അല്പ അസൂയയോടെയും നോക്കി നിന്നിട്ടുണ്ട്. കാരണം അത്രയും എത്താൻ നമ്മൾക്ക് കഴിയുന്നില്ലല്ലോ. നമ്മുടെ കുറച്ച് UPGSനെ പോലെ വലിയ ഒരു
സാഹചര്യങ്ങളുള്ള ഒരു സ്കൂളല്ല. നമ്മൾ വളരെ ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ ഒരുപാട് പരാധീനതകളിൽ നിന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെയാണ് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് കൊടുത്ത് അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ അമ്പിളി ടീച്ചർ നല്ല അന്തസ്സോടെ ഓരോ മത്സരം കഴിയുമ്പോഴും കുട്ടികൾക്ക് സമ്മാനം കിട്ടിയെന്ന് ഉറപ്പാക്കി അടുത്ത വേദിയിലേക്ക് ഓടിപ്പോകുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഗിരിജ ടീച്ചറിൻ്റെ കാര്യം. വർക്ക് ചെയ്ത സ്കൂളുകളിലേക്ക് അധ്യാപകർ, എനിക്ക് പലരെയും പരിചയമുണ്ട്. എവിടെ വെച്ച് കണ്ടാലും ചോദിക്കും, ഞങ്ങളുടെ ഗിരിജ ടീച്ചർ എങ്ങനെയുണ്ട് ടീച്ചറെ, കാണാറുണ്ടോ? അയ്യോ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഇവർ യാത്രയാകുന്നു, എല്ലാവരും എത്തിച്ചേരണമെന്ന്. ഞങ്ങളുടെ പല വിദ്യാർത്ഥികളും അവിടെ പ്രഗത്ഭരായ 2 അധ്യാപകരായിരുന്നു. ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള അധ്യാപകരായിരുന്നു. അവരാണ് പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൽ പരം സന്തോഷം നമുക്ക് എന്ത് വേണം? നമുക്ക് സർക്കാർ ശമ്പളം തരുന്നു, വാങ്ങിക്കുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇതുകൊണ്ടാണ് കുടുംബം കഴിഞ്ഞുകൂടുന്നത്. അതിനപ്പുറം ഈ വാങ്ങിക്കുന്ന ശമ്പളത്തിന് ഒട്ടും മനസ്സിന് വിഷമം തോന്നാത്ത വിധത്തിൽ സന്തോഷത്തോടെ ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ സർവീസ് കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചത് അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികളൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, അതിനിയും ഉണ്ടാകും എന്ന് ആ ബോധത്തോടെ നമുക്ക് സർവീസിൽ നിന്നും പടിയിറങ്ങാൻ കഴിഞ്ഞാൽ അതിൽ പരം അന്തസ്സ്, അഭിമാനം മറ്റൊന്നുമില്ല. ഇവിടെ എന്നോടൊപ്പം ജോലി ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഓമന സാറും ലളിതകുമാരി സാറും ഒക്കെ ഇരിപ്പുണ്ട്. ഒരു കുടുംബം പോലെയാണ് നമ്മുടെ ഈ സ്കൂള്. ഇവിടെ രാവിലെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അത് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ തമ്മിലുണ്ടാകാറില്ലേ, അതുപോലെ ചില കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് തുറന്ന് ചർച്ച ചെയ്യാറുണ്ട്. അത് അവിടെ തീർന്നു. അങ്ങനെ ഒത്തൊരുമയോടുകൂടി നിന്ന് ഇവിടെ ശാലിനി ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ വളർച്ചയുടെ ഒരു കാലഘട്ടം, അതിനപ്പുറം കുറച്ച് തളർച്ചയുടെ ഒരു കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ആരുടെയും കുറ്റമല്ല, അത് നമ്മുടെ സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളുടെയൊക്കെ സമ്മർദ്ദമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ 2-3 കൊല്ലത്തിനും അല്ല 5-6 കൊല്ലത്തിനു മുമ്പ് അനുഭവിച്ച അതേ വേദന ഇവരുടെ മനസ്സിലും ഉണ്ടാകും. കാരണം ഈ കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ഒരു ജീവിതം അത് ഏറ്റവും ഭാഗ്യമുള്ള ദിവസങ്ങളായിരുന്നു. അതിനിയിപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഈ ഭയങ്കര തലവേദന പിടിച്ച പോസ്റ്റായി HM പോസ്റ്റ്, എവിടുന്നാണ് നമുക്ക് മനപ്രയാസം വരുന്നതെന്ന് അറിയാനൊക്കത്തില്ല. ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, അന്നത്തെ ഉറക്കം നമ്മളുടെ പോകും. അങ്ങനെ സർവീസിൽ കയറി ഇറങ്ങുന്നത് വരെയും പല മാതിരി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ തരണം ചെയ്ത് അപ്പോൾ നമ്മൾ വിചാരിക്കും, റിട്ടയർ ചെയ്തെങ്കിൽ അല്പം സമാധാനം കിട്ടിയേനെ, നമുക്ക് സുഖമായി കഴിയാമായിരുന്നു എന്ന് വിചാരിക്കുമെങ്കിലും അത് കഴിയുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിക്കുന്ന സുഖം, സന്തോഷം, സമാധാനമൊക്കെ നമ്മൾ അനുഭവിക്കുന്ന അന്നാണ്. ഇതിൻ്റെ സുഖം അനുഭവിക്കുന്നത് റിട്ടയർമെൻറ്റിൻ്റെ ശേഷമാണ്. കാരണം എല്ലാ ദിവസവും നമ്മുടെ മനസ്സിലേക്ക് ഈ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും നമ്മുടെ അധ്യാപകരുടെ സംസാരവുമൊക്കെ എല്ലാ ദിവസവും, ഒരു ദിവസം പോലും ഈ വിദ്യാലയത്തെ ഓർക്കാതെ നമുക്ക് ഉറങ്ങാൻ സാധിക്കുകയില്ല. ഏറ്റവും മധുരതരമായ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെയൊക്കെ ഇവിടെ കഴിഞ്ഞുകൂടിയത്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നും ഇന്ന് ഇന്ന് നമ്മൾ യാത്രയയപ്പ് കൊടുക്കുന്ന മെയ് 31-നാണ് ഔദ്യോഗികമായി പിരിയുന്നതെങ്കിലും യാത്രയയപ്പ് നൽകുന്ന ശ്രീമതി അമ്പിളി ടീച്ചറിനും ഗിരിജ ടീച്ചറിനുമൊക്കെ സമാധാനവും സന്തുഷ്ടവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഇനിയും അടുത്ത ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. നല്ല പ്രഗത്ഭരായ അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി നോക്കുന്ന നല്ല മിടുക്കികളായ എല്ലാ തരത്തിലും
കഴിവുള്ള അധ്യാപകരാണ് ഇനി ഈ വിദ്യാലയത്തിന് ഒരിക്കലും ഒരു താഴ്ച ഉണ്ടാകില്ല, അത് ഉറപ്പാണ്. കാര്യം 72 കൊല്ലം നമ്മുടെ ഗ്രാമത്തിൻ്റെ നെറുകയിൽ ഇത്ര ഭംഗിയായി ശോഭിക്കാൻ കഴിഞ്ഞ നമ്മുടെ ഈ വിദ്യാലയം എന്നെന്നും നന്നായി നല്ല നിറദീപമായി ഈ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾക്ക് വെളിച്ചമേകാൻ ഇനിയുള്ള കാലവും കഴിയും. അതിന് പ്രാപ്തരായ അധ്യാപകരിവിടെയുണ്ട്. ഏറ്റവും വലിയ ഒരു ഭാഗ്യം ഇവിടെയുള്ളത് ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫായ ബിജുവിൻ്റെ പിന്തുണ. എന്ത് നല്ല കാര്യം നമ്മൾ ആലോചിച്ചൊരു ഐഡിയ കൊടുത്താൽ മതി, മുന്നിൽ നിന്ന് അത് കൃത്യമായി വൃത്തിയായി നടപ്പാക്കാൻ കഴിവുള്ള ശ്രീ ബിജുവും അതുപോലെ തന്നെ മറ്റ് അധ്യാപകരുമൊക്കെ നല്ല പ്രാപ്തരായ ആളുകളാണ്. ഇവിടെ ഇനിയും അടുത്ത വർഷങ്ങളിലുമൊക്കെ ധാരാളം കുട്ടികൾ വരും, അതിനൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇവിടെ മാനേജ്മെൻറ്റ് നല്ല ഒന്നാന്തരം ഭൗതിക സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളൊക്കെ പൊട്ടിയ ഓടും, മഴ വരുമ്പോൾ ഒരു പേടി, കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓടി നല്ല തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ അടിയിലേക്ക് വെച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് പോലെ ഞങ്ങളൊക്കെ പേടിച്ചയ്യോ കാറ്റ് വരുന്നു, മഴ വരുന്നു, ഉറപ്പായ സ്ഥലത്തോട്ട് മാറുക മഴയും കാറ്റും വരുമ്പോൾ. ഇനി അത് പേടിക്കേണ്ട, നല്ല ഒന്നാന്തരം കെട്ടിടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ പഴയ പോലെ തന്നെ നമ്മുടെ സ്കൂളിന് മുൻവശത്ത് വന്നാൽ നല്ല ഒന്നാന്തരം പച്ചക്കറിത്തോട്ടം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, നല്ല വിഷം തീണ്ടാത്ത പച്ചക്കറികൾ കഴിക്കാനുള്ള ഭാഗ്യം പണ്ട് മുതലേ ഉണ്ട്. കൃഷ്ണകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ അന്ന് മുതലേ തുടങ്ങിയ പരിപാടി ഇപ്പോഴും അത് നന്നായി, അത് ഭംഗിയായി വെച്ചു കൊടുക്കാൻ കഴിവുള്ള ആ പാചകം ചെയ്യുന്ന സബീനയും ഗീതയും ഒക്കെ, അങ്ങനെ ഇവിടെ ഓരോരുത്തരും ഇവിടുത്തെ ഓരോ അംഗങ്ങളും ഇവിടെ നന്നായി ഒത്തൊരുമിച്ച് ചേർന്ന് ഈ വിദ്യാലയം വരും വർഷങ്ങളിലും നന്നായി നടത്തിക്കൊണ്ടു പോകണം. ഇത് ഐശ്വര്യപൂർണമായിട്ട് എന്നും നമ്മുടെ നാടിന് തന്നെ ഒരു മുതൽക്കൂട്ടായി വളരണം എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ കുറച്ച് കാലങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കുന്നവരെ, കഴിഞ്ഞ വർഷം വരെ ഇവിടെ എന്ത് പരിപാടി നടന്നാലും സോഷ്യൽ മീഡിയയിൽ അത് കുറച്ച് കാര്യമായി ഇടുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം അതിനൊരു ശകലം കുറവ് വന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. കാര്യം ഞാൻ അമ്പിളി ടീച്ചറിനെ വിളിച്ച് ഞാൻ പറയും, ടീച്ചറെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പരിപാടി ഉഗ്രനായിരുന്നു, അന്ന് അവതരിപ്പിച്ച ഡാൻസ് നന്നായിരുന്നു. അങ്ങനെ ഓരോ പരിപാടി ഇടുമ്പോഴും ഞാൻ അമ്പിളി ടീച്ചറിനോട് പറയും ഇന്നത്തെ പരിപാടി നന്നായിരുന്നു. പക്ഷേ ഈ വർഷം ഞാൻ നോക്കിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിങ്ങുകൾ കുറവായിരുന്നു. നമ്മുടെ രക്ഷകർത്താക്കളും നമ്മുടെ പൊതുജനങ്ങളുമൊക്കെ ഇതാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കോർണർ PTA പോലെയുള്ള സംഭവങ്ങളുണ്ട്. ഞങ്ങൾ സാറുമാരെല്ലാം ഓരോ കോർണറിൽ പോയിട്ട് അവിടെ കുറേ ആളുകളെ കൂട്ടി ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണം നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതേ അന്ന് മാർഗമുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മുടെ രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ കയ്യിൽ ഈ സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ട് ഇനിയുള്ള ആളുകൾ ഈ വർഷം വന്ന ആ ഒരു ഞാൻ പരാതി പറഞ്ഞതായി തന്നെ കണക്കാക്കിക്കോ. ഇത് മേൽക്കുമേൽ നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അടുത്ത വർഷം മുതൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഭംഗിയായി അവതരിപ്പിക്കാനുള്ള മനസ്സ്, അതുപോലെ എല്ലാവരും കഴിവുള്ളവർ ഉണ്ടാകണം. ഉണ്ടായേ മതിയാകൂ. ഇനിയുള്ള കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇതൊക്കെ അത്യാവശ്യമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു സായന്തനത്തിൽ എനിക്ക് ഇവരെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ അവസരം തന്ന ഇതിൻ്റെ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചറെ. അടുത്തത് നേതാജി ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് P. ജഗന്നാഥ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ യാത്രയയപ്പ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ, ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് B. ശ്രീദേവി അവർകൾ, ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA CR മഹേഷ് അവർകൾ, വളരെ നല്ലൊരു മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ സന്തോഷ് സാറ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന
അമ്പിളി ടീച്ചർ, ഗിരിജാദേവി ടീച്ചർ, അതുപോലെ ഇവിടുത്തെ പൂർവ്വ അധ്യാപകരെ, പ്രിയമുള്ള നാട്ടുകാരെ, ഇപ്പോൾ തന്നെ സമയം വളരെ ഏറെ ആയിരിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളും അതിനുശേഷമുള്ള പരിപാടികളും കാണുന്നതിന് വേണ്ടി ആളുകളിങ്ങനെ അക്ഷമരായിട്ടിരിക്കുകയാണ്. എനിക്ക് ഈ സ്കൂളിനോടുള്ള ബന്ധമെന്ന് പറയുന്നത്, ഞാൻ 1962 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 1962 ഞാൻ ഈ സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ്സിലും ജയിച്ച് വട്ടക്കാട്ട് സ്കൂളിലേക്ക് പോകുന്നത്. അതൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ 2 സഹോദരങ്ങളും കൂടെ ഒരുമിച്ചാണ് ഈ സ്കൂളിൽ നിന്ന് പോകുന്നത്. ഞങ്ങൾ ഒരു വീട്ടിലെ 3 പേര് ഒരുമിച്ച് വട്ടക്കാട്ട് സ്കൂളിലേക്ക് പോവുകയാണ് 8ാം ക്ലാസ്സിൽ ചേരുന്നതിന്. അങ്ങനെ സംഭവിച്ചത് എൻ്റെ മൂത്ത 2 സഹോദരങ്ങളും മണ്ടന്മാരായതുകൊണ്ടല്ല. അവരൊരു ക്ലാസ്സിലും തോറ്റിട്ടില്ല. പക്ഷെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവർ മടത്തിക്കരമ്പ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ വർഷം 5ാം ക്ലാസ് എന്ന് പറയുന്നത് നിർത്തി. അതിനു മുമ്പ് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് പിന്നീട് ഫസ്റ്റിലേക്ക് വരികയാണ്. അത് നിർത്തിയതോടുകൂടി അവർ 11 വർഷം പഠിച്ച് 10ാം ക്ലാസ്സിലെത്തി. ഞാൻ 10 വർഷം പഠിച്ച് 10ാം ക്ലാസ്സിലെത്തി. അങ്ങനെ അവർ തോറ്റത് കൊണ്ടല്ല, ഞാനൊരു ക്ലാസ് കുറച്ച് പഠിച്ചിട്ട് ഒരുമിച്ച് 8ാം ക്ലാസ്സിലേക്ക് വട്ടക്കാട്ട് സ്കൂളിലേക്ക് പോയതാണ്. ഞാൻ ഇവിടെ പഠിച്ചത് മാത്രമല്ല, എൻ്റെ സഹോദരങ്ങളും എൻ്റെ 2 മക്കളും ഒക്കെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളാണ്. ഈ സ്കൂളിനോട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ തൊട്ടടുത്തുള്ള നേതാജി ഗ്രന്ഥശാലയുടെ പ്രസിഡൻ്റായിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ വലിയ സഹായ സഹകരണങ്ങൾ ആ ഗ്രന്ഥശാലയ്ക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികളെ അവിടെയുള്ള മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനും അതുപോലെ തന്നെ NMS ക്ലാസ്സിന് കുട്ടികളെ സംഘടിപ്പിച്ചു തരുന്നതിനുമൊക്കെ ഈ സ്കൂൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അധ്യാപകനായിട്ട് വളരെ കുറച്ച് കാലം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. 1971 തൊട്ട് 82 വരെ 11 വർഷക്കാലമേ ഞാൻ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചുള്ളൂ. അതിനുശേഷം പിന്നെ 25 വർഷക്കാലം ജില്ലാ സഹകരണ ബാങ്കിലെ ജീവനക്കാരനായിട്ട് മാനേജരായിട്ട് റിട്ടയർ ചെയ്തതാണ്. പക്ഷേ ആ 25 വർഷക്കാലം ഞാൻ ചെയ്ത ജോലിക്ക് കിട്ടിയതിനേക്കാൾ ആ 11 വർഷക്കാലം അധ്യാപകനായിട്ട് ജോലി ചെയ്തപ്പോൾ കിട്ടിയ സന്തോഷവും അതുപോലെ ധാരാളം ശിക്ഷണങ്ങളെ ആ കാലഘട്ടത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നിവിടെ നിന്ന് വിരമിക്കുന്ന അമ്പിളി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയാണ്. അമ്പിളി ഇവിടെ നേരത്തെ ഒരു യോഗത്തിൽ പറഞ്ഞു, അമ്പിളിയാണ് രസാന്തര കെമിസ്ട്രി ഞാൻ പഠിപ്പിച്ച വിധത്തിൽ ഏറ്റവും മിടുക്കിയായ കുട്ടിയെന്ന് അമ്പിളി തന്നെ പറഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ എനിക്കൊരു സന്തോഷം എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ 75ാമത്തെ വയസ്സാണ്. ഇപ്പോഴും ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഗ്രന്ഥശാലയിൽ സ്കോളർഷിപ്പിൻ്റെ NMS സ്കോളർഷിപ്പിൻ്റെ കുട്ടികളെ എല്ലാ വർഷവും ക്ലാസ് എടുക്കുന്നുണ്ട്. വളരെയധികം കുട്ടികൾക്ക് അത് ജയിച്ചിട്ട് നല്ല സ്കോളർഷിപ്പും കിട്ടുന്നുണ്ട്. നല്ല സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ മാസം 1000 രൂപ വെച്ച് 48,000 രൂപ ആ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ആ കുട്ടികളുടെ ആ സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികളുടെ സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മാത്രമല്ല, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളെ 11 വർഷക്കാലം പഠിപ്പിച്ച വിദ്യാർത്ഥികളിലെ മിക്കവാറും എല്ലാവരും സർവീസിൽ നിന്ന് വിരമിച്ചു. ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് അമ്പിളിയും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ ഉടൻ തന്നെ ഈ മെയിൽ റിട്ടയർ ചെയ്യുന്ന അശോകനുമൊക്കെ. അങ്ങനെ വളരെ വലിയൊരു ശിഷ്യഗണങ്ങളിൽ 11 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷം എനിക്കുണ്ട്. 25 വർഷം ബാങ്കിൽ ജോലി ചെയ്തിട്ട് ആ സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഈ സ്കൂളിന് പുരോഗതി ഉണ്ടായിട്ടുണ്ട്, ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പലരും പറഞ്ഞതുപോലെ ഏറ്റവും നല്ല 2 അധ്യാപകരാണ് ഇവിടുന്ന് വിരമിക്കുന്നത്. അമ്പിളിയും ഗിരിജാദേവിയും വർഷങ്ങളായിട്ട് പരിചയമുള്ള വിദ്യാർത്ഥികളുമായിട്ട് നാട്ടുകാരുമായിട്ട് പരിചയമുള്ള 2 പേര് വിരമിക്കുമ്പോൾ വീണ്ടും അടുത്ത ഒരു നല്ല അധ്യാപക രീതിയിലേക്ക് ഉയർന്നു വരുന്നതിന് ശാലിനി ടീച്ചറും അതുപോലെ നമ്പൂതിരി സാറിൻ്റെ നേതൃത്വത്തിൽ ഉള്ള അധ്യാപകർ ശ്രമിക്കണം. അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ട് ഈ സ്കൂള് ഉയരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ നിന്ന് വിരമിക്കുന്ന അമ്പിളിയും അതുപോലെ ഗിരിജാദേവി ടീച്ചറും അവർക്ക്
ഭാവി ജീവിതം വളരെ മനോഹരമായി തീരട്ടെ. അവരുടെ കുടുംബജീവിതവും അതുപോലെ അവർക്ക് മറ്റെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ അമ്പിളിയോട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഈ പഠിപ്പീര് നിർത്തണ്ട, കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലി നിർത്തണ്ട. അടുത്ത ഏതെങ്കിലും ഗ്രന്ഥശാല ഉണ്ടെങ്കിൽ, അമ്പിളി ദൂരെ നിന്ന് വരികയാണ്, ഈ ഞക്കനാൽക്കാരി അല്ലല്ലോ, ഓത്തറക്കാരിയും അല്ല, അടുത്ത ഏതെങ്കിലും ഗ്രന്ഥശാലയിൽ ഒരു അംഗത്വമൊക്കെ എടുത്തിട്ട് അവിടെയുള്ള ആ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ചെയ്യുന്നതിന് ആലോചിക്കുകയാണെന്ന് അമ്പിളിയും പറഞ്ഞു. എന്നിട്ട് അവർക്ക്, ഞാനിപ്പോൾ 75 വയസ്സുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴും ഞാൻ ചെറുപ്പമായിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്, അവരുടെ സ്നേഹവും സന്തോഷവും കാണുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ വിരമിക്കുന്ന 2 അധ്യാപകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂള് ഉത്തരം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. നന്ദി സാറ്. അടുത്തത് രജീന്ദ്രൻ സാറ്, ജില്ലയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, സമയം ഒരുപാട് കഴിയും, അതുകൊണ്ട് വലിയ പ്രസംഗത്തിനൊന്നും താല്പര്യം കാണിക്കുന്നില്ല. വളരെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സരസ്വതി ക്ഷേത്രമാണ് നമ്മൾ SPM UP സ്കൂൾ, ആലക്കോട്ട് സ്കൂൾ നമ്മൾ പൊതുവെ അറിയപ്പെടുന്ന നമ്മുടെ ഈ സ്ഥാപനം. ഈ അധ്യയന വർഷത്തിൽ വിരമിക്കുന്ന ഇവിടുത്തെ പ്രഥമ അധ്യാപികയായ അമ്പിളി ടീച്ചർക്കും സീനിയർ അസിസ്റ്റൻ്റായ ഗിരിജ സാറിനും ജില്ലയുടെ ബഹുമാനവും സ്നേഹവും ഭക്തിയും ഒക്കെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷമായി ജില്ലയുടെ പല പ്രവർത്തനങ്ങൾക്കും വേദിയായിട്ടുള്ള ഒരു സ്കൂളാണിത്. അങ്ങനെ ഇവിടുത്തെ അധ്യാപകരുമായിട്ടും സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ടും 10-20 വർഷമായിട്ട് നിരന്തരമായി ബന്ധമുള്ള ഒരു സംഘടനയാണ് ജില്ല. തുടർന്നും ജില്ലയ്ക്ക് ഇത്തരത്തിലുള്ള പരസ്പര സഹകരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷയുണ്ട്. ഞാൻ 1970-71 കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് ഈ സ്കൂള് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. അതൊന്നും വിശദമാക്കാനുള്ള സമയം ഇല്ല. ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് അടികൊണ്ട മുഹൂർത്തങ്ങൾ, ഒരുപാട് സ്നേഹം ലഭിച്ച മുഹൂർത്തങ്ങൾ, ഒരുപാട് വിജ്ഞാനം പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, ഇന്നതിൽ 90% ആളുകളും ഈ ലോകത്തോട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. വളരെ അപൂർവമായ ടീച്ചർമാരേ ഉള്ളൂ ഇന്ന് സ്കൂളിലുള്ളത്. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളത്തെ അവസ്ഥയല്ല 54 വർഷങ്ങൾക്ക് മുമ്പ്. എൻ്റെ അമ്മ ഇവിടെ പഠിച്ചതാണ്, ഞാനിവിടെ പഠിച്ചതാണ്. അത്രയ്ക്ക് പാരമ്പര്യമുള്ള ഈ നാടിൻ്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ എല്ലാ മേഖലകളിലും വലിയ പങ്കാളിത്തമുണ്ടായിരുന്ന ഉള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ആലക്കോട്ട് സ്കൂൾ. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, റിട്ടയർമെൻറ്റിന് ശേഷം പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പെട്ടെന്ന് പിടികൂടാവുന്ന 3 കുഴപ്പങ്ങളാണ് സുരക്ഷിതത്വമില്ലായ്മ, തൃപ്തിയില്ലായ്മ, ഏകാന്തത. ഇത് നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും വല്ലാതെ ബാധിക്കും. അകാലമായിട്ടുള്ള വാർദ്ധക്യവും പെട്ടെന്നുള്ള മരണത്തിലേക്ക് പോലും രോഗത്തിലേക്ക് പോലും നമ്മളെ ചെന്നെത്തിക്കുന്ന 3 കുഴപ്പങ്ങളാണിത്. ഇതിൽ നിന്ന് രക്ഷിക്കാൻ ആരും കാണില്ല, നമ്മൾ സ്വയം പരിശ്രമിക്കുക. 8 വർഷത്തിനു മുമ്പ് റിട്ടയർ ചെയ്ത ആളാണ് ഞാനിത് വെറുതെ മൈക്കിലൂടെ പറയുകയല്ല, എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുന്ന വിജയമാണ്. 8 വർഷം കൊണ്ട് ഞാൻ സർക്കാർ സർവീസിൽ ചെയ്ത സേവനത്തിൽ നിന്ന് ലഭിക്കാത്ത പല തൃപ്തിയും എനിക്ക് 8 വർഷം കൊണ്ട് നേടാൻ കഴിയും. ഞാനൊരു നല്ല കർഷകനായി നാടറിയപ്പെടുന്നു. പല സ്കൂളുകളും സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കൃഷിഭവനും പഞ്ചായത്തും ഒക്കെ എന്നെ ആദരിക്കുന്നു. ഞാൻ സർക്കാർ സേവനം നടത്തുന്ന സമയത്ത് ഇങ്ങനൊന്നും കിട്ടിയിരുന്നില്ല. കാർഷിക പരിപാടികൾ ആൾ ഇന്ത്യ റേഡിയോയിൽ പലതവണ എനിക്ക് അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടായി. ഓഫീസിൽ 8 മണിക്കൂർ ജോലി ആകെ കൂടി മാറ്റിവെച്ചിരുന്നത് ഞാനിപ്പോൾ 12-13 മണിക്കൂർ ജോലി ചെയ്യുന്നു. 76 കിലോ ഉള്ള ഞാൻ 11 കിലോ കുറഞ്ഞ് ഒരു അസുഖം ഇല്ലാത്ത ആളായി ഇപ്പോഴും 64-ാമത്തെ വയസ്സിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എനിക്ക് യാതൊരു ജീവിത ശൈലി രോഗങ്ങളുമില്ല. ഞാനിന്ന് റിട്ടയർ ചെയ്യുന്ന അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന എല്ലാവരോടുമായി പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പരമാവധി പ്രാധാന്യം നൽകുക. ടീച്ചർമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കപ്പെട്ട ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. തീർച്ചയായിട്ടും ലിസ്റ്റുകൾ തയ്യാറാക്കുക.
അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഓരോന്നും നിങ്ങൾ ചെയ്ത് തീർക്കുക തന്നെ വേണം. ഈ സമയത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സന്തോഷങ്ങളും മാറ്റിവെക്കപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ ഇനിയുള്ള കാലം ഇന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് അവസരമുണ്ടാകട്ടെ. നമ്മൾ ജീവിതം കൂടെ ഒന്ന് ചിട്ടപ്പെടുത്തുക. ഞാൻ രാവിലെ ഒരു 4:30 എഴുന്നേക്കും, രാത്രി 7:30 വരെ ജോലി ചെയ്യും. ഞാനിവിടെ 4 മണിക്ക് വന്നു. ഇവിടെ സമ്മേളനം തുടങ്ങാൻ താമസിക്കുമെന്ന് കണ്ടപ്പോൾ ഞാൻ തിരികെ വീട്ടിൽ പോയി പശുവിനെ കെട്ടിക്കൊണ്ടുവന്ന് അതിന് തീറ്റയും കൊടുത്തിട്ട് വരികയാണ്. സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു സമയക്രമം പാലിച്ച് ചിട്ടയായ ജീവിതത്തോടെ നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നമുക്കൊരു യൗവനം തിരികെ വരികയാണ്. നമുക്കറിയപ്പെടാത്ത ഒരുപാട് സന്തോഷം. എനിക്ക് വെറ്റക്കുടിയുണ്ട്, പശുവുണ്ട്, പച്ചക്കറിയുണ്ട്, മീൻ വളർത്തലുണ്ട്, അതുപോലെ തന്നെ ബെർമി കമ്പോസ്റ്റ് പിറ്റുണ്ട്, പട്ടിയുണ്ട്, കോഴിയുണ്ട്. എനിക്ക് തിരിയാനുള്ള സമയമില്ല. എനിക്ക് വിഷാദത്തെക്കുറിച്ച് ഒരു ഓർമ്മയില്ല. ഏകാന്തത എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം വരെയുണ്ട്. എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള വരുമാനം ഞാൻ ഉണ്ടാക്കുന്നു. സർക്കാർ സർവീസിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം ഉണ്ടാക്കിയെടുത്തു. കേരളത്തിൻ്റെ 14 ജില്ലകളിലും ധാരാളം ആളുകൾ വെറ്റക്കൊടി കൃഷി തുടങ്ങി. എൻ്റെ ഒരു യൂട്യൂബ് ചാനലിലെ ഒരു പ്രോഗ്രാം കൊണ്ട് പ്രത്യേകിച്ച് വനിതകളും കുട്ടികൾ യുവാക്കളും ധാരാളം അവരെല്ലാം എന്നെ ക്ഷണിക്കുന്നുണ്ട് അവരുടെ തോട്ടങ്ങളിലേക്ക്. പലരും അവരുടെ ജോലികൾ ഉപേക്ഷിച്ചിട്ട് വന്ന് കൃഷി ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈ പ്രിയപ്പെട്ട ടീച്ചർമാർക്കും അവരുടെ വീടിൻ്റെ പറമ്പിൽ പൂക്കളും അതേപോലെ തന്നെ പച്ചക്കറികളും ഒക്കെ നട്ട് അതിനെ പരിചരിച്ച് സമയം നഷ്ടപ്പെടുത്താതെ സന്തോഷം ഉണ്ടാക്കാൻ നടക്കും. അല്ലെങ്കിൽ വായനാശീലമുള്ളവരാണെങ്കിൽ 2 ഗ്രന്ഥശാലകൾ നമുക്കടുത്തുണ്ട്. നമുക്ക് വായിക്കാൻ വിട്ടുപോയ നല്ല പല പുസ്തകങ്ങൾ വായിക്കാം. വെളുപ്പിനെ ഒരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുക, കഴിയുന്നെങ്കിൽ ഒന്ന് കുളിക്കുക, തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്കോ ദൂരേക്കോ ഒരു അരമണിക്കൂർ നടക്കുക, 8 മണിക്ക് മുമ്പ് ആഹാരം കഴിക്കുക, ഉച്ചയ്ക്കും രാത്രിയിൽ ഒരു 8 മണിക്ക് മുമ്പ് ചെറിയ തോതിൽ ആഹാരം കഴിച്ച് 10 മണിക്ക് തീർച്ചയായിട്ടും ഉറങ്ങുക, അല്പം വെയിൽ കൊള്ളുക. ഞാനൊരു കാര്യം പറയാം, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻസി ഉള്ളത് വൈറ്റമിൻ ഡി ആണ്. അതായത് സൂര്യനിൽ നിന്ന് നേരിട്ട് ഫ്രീ ആയി കിട്ടുന്ന വൈറ്റമിൻ. ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ വൈറ്റമിൻ ടെസ്റ്റ് നടത്തിയാൽ 50% കൂടുതൽ ആളുകൾക്കും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കുമെന്ന് തീർച്ചയാണ്. കാര്യങ്ങൾ വെയിൽ കൊള്ളുന്നില്ല. അല്പം വെയിലുമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൻ്റെ ബോണുകളുടെ ജോയിൻസുകൾക്കുള്ള വേദന കുറയും, നമുക്ക് പ്രതിരോധശേഷി കിട്ടും, ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം അവർക്ക് വളരെ സന്തോഷകരവും ആനന്ദകരവും ആരോഗ്യകരവുമായി തീരട്ടെ എന്ന് ജില്ലയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കിൽ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി. അടുത്തത് ഫാൻഡത്തിൻ്റെ സെക്രട്ടറി ശ്രീ കെ മോഹൻ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മെക്കനാൽ SPM UP സ്കൂളിൻ്റെ 22ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനമാണ് ഇവിടെ നിന്ന് നടക്കുന്നത്. ഈ യാത്രയയപ്പ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ഈ വാർഡിൻ്റെ മെമ്പറും ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി B ശ്രീദേവി അവർ, ഈ യോഗ ഔപചാരികം ഉദ്ഘാടനം ചെയ്തു പോയ ഈ കരുനാഗപ്പള്ളിയുടെ MLA പ്രിയപ്പെട്ട CR മഹേഷ് അവർ, ഈ യോഗത്തിന് മുഖ്യ പ്രഭാഷണം നടത്തിയ റിട്ടയർഡ് ജയിൽ DIG ശ്രീ സന്തോഷ് സാർ, ഈ യോഗത്തിൽ സംബന്ധിച്ച് ആശംസ അർപ്പിച്ച 6ാം വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ ഇന്ദുജ രാജേഷ്, ഈ യോഗത്തിന് ആശംസ അർപ്പിച്ച ഈ സ്കൂളിലെ ദീർഘകാല HM ആയിരുന്ന പ്രിയപ്പെട്ട മുൻ MSS ജയശ്രീ ടീച്ചർ, വൈരകം നേതാജി ഗ്രന്ഥശാലയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ജഗന്നാഥൻ സാർ, ജില്ലാ സാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ രജീന്ദ്രൻ സാർ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ശാലിനി ടീച്ചർ, ഈ സ്കൂളിൽ നിന്ന് ഔദ്യോഗികമായി വിട പറയുന്ന ശ്രീമതി എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായിരുന്ന ശ്രീമതി അമ്പിളി ടീച്ചർ, ശ്രീമതി ഗിരിജാദേവി ടീച്ചർ, ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ശങ്കരൻ നമ്പൂരി അധ്യാപകൻ, ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, മറ്റു രക്ഷകർത്താക്കളെ, 72ാമത് വാർഷികവും യാത്രയയപ്പുമാണ്. ഏറ്റവും പ്രാധാന്യം കൂടിയ ഒരു കാര്യമെന്ന് പറയുന്നത്
നമ്മുടെ സർവീസിൽ നിന്ന് വിരമിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും നമ്മൾ സർവീസിൽ ജോലി ചെയ്യുകയും പലവിധമായ ടെൻഷൻ അനുഭവിച്ചായിട്ടാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. വീട്ടിലെ ആയാലും ജോലി സ്ഥലത്തെ ആയാലും ടെൻഷനുകൾ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായെങ്കിൽ പോലും അത്ര പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്ന ഉദ്യോഗസ്ഥരാണ് ഇന്ന് ഏറെ. പ്രത്യേകിച്ച് ഇത്തരം റിട്ടയർഡ് ചെയ്യുന്ന ഈ നിമിഷം അവർ വലിയ സന്തോഷമായി കാണുന്നെങ്കിലും മനസ്സ് പിടയുമായിരിക്കും. ഇത്രയും കുട്ടികളെ നിന്ന് അകന്നു പോകുമ്പോൾ രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ സാധിക്കത്തില്ലായിരിക്കും. പക്ഷേ വീട്ടിൽ സന്തോഷമായെങ്കിൽ പോലും പഠിപ്പിക്കുന്ന കുട്ടികളെ എപ്പോഴും മനസ്സിൽ ഓർക്കുന്ന അധ്യാപകരാണ്. അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നതാണ്. ഈ അധ്യാപകർക്ക് ഞാൻ കൂടുതലായി സംസാരിക്കുന്നൊന്നുമില്ല. ഈ അധ്യാപകർക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഫാൻ്റെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു.